പെരിന്തൽമണ്ണ ലൂട്ട് മാർക്കറ്റിൽ മോഷണം. ലൂട്ട് മാർക്കറ്റിന്റെ അകത്ത് കടന്ന യുവാവ് പണവും വസ്ത്രങ്ങൾ, വാച്ചുകൾ, പാദരക്ഷകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും മോഷ്ടിച്ചതായി ലൂട്ട് മാർക്കറ്റ് ഉടമകൾ പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിലെ ലൂട്ട് മാർക്കറ്റിലാണ് മോഷണം നടന്നത്. മാർക്കറ്റിന് പിറകിലെ തകരം അടർത്തി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മേശയുടെ വലിപ്പിൽ ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടതായി ഉടമകൾ പറഞ്ഞു. വസ്ത്രങ്ങൾ, വാച്ചുകൾ, പാദരക്ഷകൾ തുടങ്ങിയ സാധനങ്ങളും മോഷ്ടിച്ചു. രാത്രി സമയത്ത് ലൂട്ട് മാർക്കറ്റിൽ തൊഴിലാളികൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ നോമ്പായതിനാൽ ഇവർ നാട്ടിൽ പോയ സമയം നോക്കിയാണ് മോഷണം നടത്തിയത്. രാവിലെ പിന്നെ ഫസ്റ്റ് വരൽ ഇവരാണ് സാധാരണ. ഇവർ വന്ന സമയത്താണ് ഈ ഒരു കാര്യം കണ്ടത്. നമ്മൾ ബാക്ക് സൈഡ് പൊളിച്ചിട്ടാണ് അവർ അകത്ത് കടന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് 3 സ്റ്റാഫുകൾ നൈറ്റ് ഇവിടെ ഡ്യൂട്ടിയിലുള്ളതാണ്. ഇപ്പോൾ നോമ്പ് പ്രമാണിച്ച് അവരെ 3 പേരെ 3 ദിവസത്തെ ലീവിന് അയച്ചതാണ്. ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു മോഷണമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ പകൽ ടൈം വന്നിട്ടൊന്ന് നമ്മളെ ഷോപ്പിൻ്റെ അവസ്ഥകളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു മോഷണത്തിൽ നിന്ന്. അത്യാവശ്യം നമുക്ക് 25,000 രൂപയോളം നഷ്ടമായിട്ടുണ്ട്. പിന്നെ ജീൻസ് പാൻറ്റ്, ഷർട്ട്, ഷൂസ്, അതേപോലെ വാച്ച്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. മോഷണം നടന്നതായി ഉടമകൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.